ലോകരാഷ്ട്രീയത്തിന്റെ ഭൂപടം മാറ്റിമറിക്കാൻ ശേഷിയുള്ള അത്യധികം നാടകീയമായ നീക്കങ്ങൾക്കാണ് ഏപ്രിൽ 21 സാക്ഷ്യം വഹിച്ചത്. പശ്ചിമേഷ്യ ഒന്നടങ്കം ഒരു വൻ സ്ഫോടനത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ സംഘവും നടത്തിയ ചർച്ചകൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നില്ല, മറിച്ച് ആഗോള സമാധാനത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ളതായിരുന്നു. ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് വാഷിംഗ്ടണിലേക്കായിരുന്നു. ഏപ്രിൽ 21 വൈറ്റ് ഹൌസിൽ നടന്ന യോഗം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ യോഗങ്ങളിൽ ഒന്നായി മാറി. പ്രസിഡന്റ് ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് എന്നിവർ പങ്കെടുത്തു. സൈനികമായി തിരിച്ചടി വേണോ അതോ നയതന്ത്ര ചർച്ചകൾക്ക് വീണ്ടും സമയം നൽകണോ എന്നതായിരുന്നു പ്രധാന വിഷയം. അമേരിക്ക നേരത്തെ തന്നെ കടുത്ത നിബന്ധനകളോട് കൂടിയ ഒരു കരാർ ഇറാനിലേക്ക് അയച്ചിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുക, നിലവിലുള്ള ആണവ ശേഖരണം നശിപ്പിക്കുക തുടങ്ങിയ കർശന വ്യവസ്ഥകൾ അതിലുണ്ടായിരുന്നു. പകരം ഉപരോധങ്ങളിൽ ഇളവ് നൽകാമെന്ന വാഗ്ദാനവും അമേരിക്ക നൽകി. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ നിഗൂഢമായ മൗനം അമേരിക്കൻ ഭരണകൂടത്തെ വല്ലാതെ അസ്വസ്ഥമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വൈകുന്നതിന് പിന്നിൽ പല കാരണങ്ങളാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നത്. പ്രധാനമായും ഇറാന്റെ അധികാര കേന്ദ്രങ്ങൾക്കിടയിലുള്ള കടുത്ത ഭിന്നതയാണ് ഇതിന് കാരണം. പുതിയ സുപ്രീം നേതാവായി ഉയർന്നു വരുന്ന മൊജ്തബ ഖമേനി ഭരണകൂടത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നില്ലെന്നും കരുതപ്പെടുന്നു. നിർദ്ദേശങ്ങൾ ലഭിക്കാത്തതിനാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഇറാനിയൻ ഭരണാധികാരികൾ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറിയത് ആശയവിനിമയത്തെ കൂടുതൽ ബാധിച്ചു. നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ സാധ്യമാക്കാത്തത് ഭരണപരമായ ഏകോപനം തകർത്തിരിക്കുകയാണ്. ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഒരു നിർണായക പാലമായി പ്രവർത്തിക്കുന്നു. അമേരിക്കയും ഇറാനുമായി സംസാരിക്കാൻ കഴിയുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് പോകാൻ ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ തയ്യാറായി നിന്നെങ്കിലും ഇറാനിൽ നിന്നും ഉറപ്പൊന്നും ലഭിക്കാത്തതിനാൽ ആ യാത്ര അനിശ്ചിതത്വത്തിലായി. വെടിനിർത്തൽ നീട്ടൽ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നതിലും ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുന്നതിലും ഇസ്ലാമാബാദിൽ റോൾ വളരെ വലുതാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു യുദ്ധമല്ല, മറിച്ച് തന്നെ രാഷ്ട്രീയ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2018 ഒബാമ ഭരണകൂടത്തിന്റെ ആണവ കരാറിൽ നിന്നും പിന്മാറിയ ട്രംപിന് അതിനേക്കാൾ മികച്ചൊരു കരാർ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അവസാന നിമിഷം ട്രംപ് വെടിനിർത്തൽ കാലാവധി നീട്ടി നൽകി. എന്നാൽ പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് ഇറാന്റെ മേൽ സമ്മർദ്ദം നിലനിർത്താനും അതേസമയം ചർച്ചകൾക്ക് വഴി തുറക്കാനുമുള്ള നീക്കമായിരുന്നു. അമേരിക്കൻ ജനത വീണ്ടും ഒരു ദീർഘകാല യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപിന് ബോധ്യമുണ്ട്. അതിനാൽ സൈനിക ശക്തിയേക്കാൾ നയതന്ത്ര വിജയം നേടാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ യുദ്ധം നടന്നാൽ അതിന്റെ ആഘാതം ലോകം മുഴുവൻ അനുഭവിക്കും. ലോകത്തെ എണ്ണ ഗതാഗതത്തിന്റെ സിംഹഭാഗവും നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. പുതിയ ചർച്ചകൾക്ക് മുൻപായി തങ്ങളുടെ കപ്പലുകൾക്ക് മേലുള്ള നിയന്ത്രണം നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. അന്തിമ കരാർ ഉണ്ടാകുന്നത് വരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. കടലിടുക്ക് അടയ്ക്കപ്പെട്ടാൽ ആഗോള തലത്തിൽ എണ്ണവില കുതിച്ചുയരുകയും ലോക സമ്പദ് വ്യവസ്ഥ വലിയൊരു മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല. തങ്ങൾ തോറ്റ പക്ഷത്തല്ലെന്നും മാന്യമായ നിബന്ധനകൾ ഇല്ലാതെ കരാറിൽ ഒപ്പിടല്ലെന്നുമാണ് ഇറാനിയൻ ഭരണകൂടത്തിന്റെ പക്ഷം. അമേരിക്കൻ ഉപരോധത്തെ അവർ ബോംബാക്രമണത്തോടാണ് ഉപമിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനികമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സമാധാന ചർച്ചകൾ വിജയിക്കണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇറാനെ ഭാവിയിൽ എത്രത്തോളം യുറേനിയം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കും? അവരുടെ മിസൈൽ പ്രോഗ്രാമുകൾക്ക് മേൽ എന്ത് നിയന്ത്രണമാകും വരിക? ഉപരോധങ്ങൾ എന്നത്തേക്ക് പൂർണ്ണമായി നീക്കം ചെയ്യും? ഇക്കാര്യങ്ങളിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പ്രശ്നം സങ്കീർണമാക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിനകത്തും ഭിന്നതകളുണ്ട്. കരാറിനായി കൂടുതൽ സമയം നൽകണമെന്ന് നയതന്ത്രജ്ഞർ ആവശ്യപ്പെടുമ്പോഴും ഇറാൻ സമയം നീട്ടിയെടുത്ത് കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് സൈനിക വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. ഒബാമയുടെ കരാറിനേക്കാൾ മികച്ചതൊന്ന് കൊണ്ടുവരാൻ കഴിയാത്തത് ട്രംപിന്റെ രാഷ്ട്രീയമായി ക്ഷീണമുണ്ടാക്കും. ഏപ്രിൽ 21 അവസാനിച്ചപ്പോൾ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി: യുദ്ധമോ അതോ സമാധാനമോ? ട്രംപിന്റെ മൗനവും ഇറാന്റെ പ്രതികരണമില്ലായ്മയും അന്തരീക്ഷത്തെ കൂടുതൽ ഭീതികരമാക്കുന്നു. വൈറ്റ് ഹൌസിലെ യോഗമുറി മുതൽ ഹോർമൂസിലെ കടൽപ്പാതകൾ വരെ നീളുന്ന ഈ സംഘർഷം ഏതൊരു നിമിഷവും മാറിമറിയാം. ഇറാനിൽ നിന്നും വരുന്ന ഒരു അതെ അല്ലെങ്കിൽ ഇല്ല എന്ന വാക്കിന് ലോക ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. വരും മണിക്കൂറുകൾ നിർണ്ണയിക്കുന്നത് കോടിക്കണക്കിന് മനുഷ്യരുടെ ഭാവിയാണ്. യുദ്ധവിമാനങ്ങൾ എഞ്ചിനിരമ്പിച്ച് നിൽക്കുമ്പോഴും ലോകം പ്രാർത്ഥിക്കുന്നത് നയതന്ത്രത്തിന്റെ നൂൽപ്പാലത്തിലൂടെ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകണം എന്നാണ്.